ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മന്തി റെസിപ്പിയാണ്. അതിനായി നമുക്ക് 2 കിലോ ചിക്കൻ എടുക്കാം. സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് മന്തി വെക്കുന്ന ഒരു പാനിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം 2 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, 1 പിടി ഏലക്കായും, 3 ടേബിൾ സ്പൂൺ മന്തി മസാലയും, 1 പിടി കുരുമുളകും, 8 ചിക്കൻ ക്യൂബും, 2 ഉണക്കനാരങ്ങ എടുക്കാം. ചിക്കൻ ക്യൂബ് 8 എണ്ണം തന്നെ എടുക്കാൻ ശ്രമിക്കണം. 2 കിലോ ആണെങ്കിൽ 8 എണ്ണം തന്നെ എടുക്കണം. 1 കിലോ ആണെങ്കിൽ 4 എണ്ണം. അത് കുറക്കാൻ പാടില്ല. അത് 8 എണ്ണം തന്നെ 2 കിലോയ്ക്ക് എടുക്കണം. ഇത് ഇത്രയും നമ്മൾ ഈ ചിക്കൻ നിരത്തിയത് വെച്ചതിലേക്ക് ചേർത്തതിന് ശേഷം 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും, കളറിന് വേണ്ടി മഞ്ഞ കളറോ ഫുഡ് കളറില്ലേ, മഞ്ഞ കളറോ റെഡ് കളറോ ജസ്റ്റ് നമുക്കതിലോട്ട് ഒഴിക്കണം. ജസ്റ്റ് ഒരു കളർ ഫീൽ ചെയ്യാനാണ്. റെസ്റ്റോറൻറ്റിൽ തന്നെ കിട്ടുന്ന ഫീൽ തോന്നില്ലേ, അതിന് വേണ്ടി നമുക്ക് റെഡ് കളറോ ഇല്ലെങ്കിൽ ഓറഞ്ച് കളറോ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി പുരട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ ചിക്കൻ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. 2 സൈഡും വേകാൻ വേണ്ടിയാണ്. ആദ്യം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം സിമ്മിലിട്ട് തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ 2 സൈഡും വേവിച്ചെടുക്കുക. മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കളർ മാറി വരാൻ തുടങ്ങും. സിമ്മിൽ തന്നെ വെക്കുക. ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള ഓയിലും ഇതെല്ലാം കൂടെ പെട്ടെന്ന് വറ്റിപ്പോകും, ചിക്കൻ വേഗത്തുമില്ല. സിമ്മിൽ വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് തന്നെ വേവിക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഓയിലും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു ഗ്രേവി പോലെ വരുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് കോരി നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് അവസാനം ചോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപാട് എടുക്കണം, കുറച്ചെടുത്താൽ മതി. ബാക്കി അതിൽ തന്നെ വെക്കണം. എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഇടുമ്പോൾ ഒട്ടും മിക്സ് ആകാതെ പോകും. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച 20 മിനിറ്റ് ബസ്മതി റൈസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബസ്മതി റൈസും കൂടെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 90-95% വേവോട് തന്നെ വേണം. വേകാതെ എടുക്കുകയേ ചെയ്യരുത്. അതെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിട്ട് കഴിയുമ്പോൾ ഒട്ടും ചോറ് വേകാതായി പോകും. നമുക്ക് അറിയാൻ പറ്റുമല്ലോ വേവ് വരും. ആ വേവാകുമ്പം നമുക്ക് ഈ റെഡിയായിരിക്കുന്ന മസാലക്കകത്തോട്ട് നമുക്ക് പകുതി ചോറ് അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം റെഡ് ഫുഡ് കളറും കൂടെ ചേർക്കണം. റെഡ് ഫുഡ് കളർ നല്ല രീതിയിൽ ഒന്ന് ചുറ്റിച്ചൊഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ഇട്ടുള്ള ഗ്രേവിയും ചുറ്റിച്ചൊഴിച്ചതിന് ശേഷം ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇതിലോട്ട് ചേർക്കുക. ആദ്യം ചെയ്തതുപോലെ പിന്നെ റെഡ് ഫുഡ് കളറും ചേർത്ത് ഓയിലിൻ്റെ ആ ഗ്രേവിയും ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് ചാർക്കോൾ കത്തിച്ചത് നമുക്ക് ഇറക്കി വെക്കാം. ചാർക്കോളോ ഇല്ലെങ്കിൽ കരിയോ എന്തെങ്കിലും മതി. ചാർക്കോളൊക്കെ മേടിക്കാൻ നമുക്കിപ്പം കിട്ടും. ആദ്യം നമ്മൾ 2 പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെക്കുന്നത്. അതിനുശേഷം 4 സൈഡിൽ നമുക്ക് പച്ചമുളക് കുത്തി വെക്കാം. ചൂടായി വെച്ചിരിക്കുന്ന ചാർക്കോളിലേക്ക് നമുക്കൊരു ഇച്ചിരി 1 സ്പൂൺ വെള്ളവും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പം ഒരു പുക പോലെ വരും. അത് സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം അടച്ച് വെച്ച് 1 മണിക്കൂർ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. 1 മണിക്കൂർ ശേഷം പാത്രം മാറ്റി നോക്കുമ്പം ആ ചൂട് കാണും. ആ പാത്രത്തിൽ നമുക്ക് ഒരു ക്ലിപ്പ് കൊണ്ട് പിടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഫുള്ളൊന്ന് ഇളക്കി കൊടുക്കുക. ചോറെല്ലാം കൂടെ ഒന്ന് മിക്സാണ്. നമ്മുടെ ആ ഓയിലും ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇളക്കുമ്പം നമ്മൾ ചിക്കൻ പൊടിയാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മന്തി റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മന്തി റെസിപ്പിയും കൂടിയാണ്. അതുകൂടാതെ സവോളയോ ഉള്ളിയോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ മന്തി റെസിപ്പി റെഡിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അറബിക് ചട്നിയാണ്. അതിന് നമ്മൾ 3 തക്കാളിയും 1 സവാളയും 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 ചെപ്പ് മല്ലിച്ചീരയും ചോപ്പറിൽ വെച്ച് നല്ല രീതിയിൽ ചോപ്പ് ചെയ്യുക. ചോപ്പറിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബ്ലെൻഡറിലാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചോപ്പറിലാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽ ചെയ്യാനായിട്ടും ചോപ്പറിൽ തന്നെ ഇട്ട് ചോപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ടാകുന്ന നോക്കിയതിന് ശേഷം മന്തിയുമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയും കൂടിയാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് മയോണൈസും റെഡിയാക്കി. അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ അകത്ത് ഇട്ടില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് മയോണൈസിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. ചട്നി 1/4 ഗ്ലാസ് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഈ മന്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.